ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എഴുതിയൊരു പുസ്തകമാണ് ദേ പോലീസ് ഓടിക്കോ. അതായത് ഈ നമ്മുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കസ്റ്റഡി മരണങ്ങൾ, ലോക്കപ്പ് മർദ്ദനങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള കുറേ കാര്യങ്ങളൂടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതാരും പറയാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പോലീസ് എല്ലാ രാജ്യത്തെയും മിക്കവാറും പോലീസൊക്കെ ഒരേ ഏകദേശം ഓർലെസ് സെയിം, വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ ഇപ്പം നമ്മുടെ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണമെങ്കിൽ ഒരാൾക്ക് അന്ത്യകൂതാശയം കഴിഞ്ഞിട്ടേ ഉള്ളു. അന്ത്യകൂതാശയം കൈക്കൊണ്ടിട്ട് വേണം പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ. കാരണം തിരിച്ച് ഏത് തരത്തിലാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അത് ഇവിടെ ഒത്തിരി ഗവൺമെൻറ്റൊക്കെ ഭരിച്ചെങ്കിലും ഈ പോലീസിന് ഒരു മാറ്റമില്ല. പോലീസൊക്കെ ഇപ്പോഴും അത് തന്നെ. ഇവിടെ പോലീസിൻ്റെ മർദ്ദനമൊക്കെ ഏറ്റവും ഒത്തിരി നേതാക്കൾ ഇവിടെ മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ടാണ്. മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ KR ഗൗരി, അച്യുതാനന്ദൻ, പിണറായി വിജയൻ, ഇവർക്കൊക്കെ ശരിക്കും പോലീസ് മർദ്ദനം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ പോലീസ് അങ്ങനെ മാറ്റമില്ലാണ്ട് തുടരുകയും. അത് എനിക്ക് തോന്നുന്നത്, വാസ്തവം പറഞ്ഞാൽ ഈ ലോക്കപ്പ് മർദ്ദനങ്ങളും ഈ കസ്റ്റഡി മരണങ്ങളും ഒക്കെ നടക്കുന്നത് വെറുതെ അനാവശ്യ കാര്യങ്ങൾക്കാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊരു ഈ പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നത് ഈ സ്വർണ്ണമോഷണം, പ്രധാനമായിട്ട് സ്വർണ്ണമോഷണമാണ്. ഈ കള്ളന്മാരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇടിക്കുക, അതാണ് പോലീസുകാരുടെ പരിപാടി അല്ലേ? അതൊക്കെ നമ്മൾ അതിനൊക്കെ ഒരു പഴഞ്ചൻ ഒരു കാഴ്ചപ്പാടാണ്. കള്ളനെ പിടിക്കുക. കള്ളനും പോലീസും പണ്ടൊരു കളിയുണ്ടായി, കള്ളനും പോലീസും. ഇപ്പോഴും അതൊക്കെ തന്നെ. കള്ളനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇടിക്കുക, അതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി. കള്ളനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റേ പോലീസുകാരൊക്കെ പോണവരൊക്കെ ഓരോ ഇടിയൊക്കെ ഇടിച്ച് ഈ എലിപ്പെട്ടിയിൽ എലിന് വീണ് കഴിഞ്ഞാൽ പിള്ളേർക്ക് അതിനൊന്നും ഉപദ്രവിക്കാൻ തോന്നും, ഇറക്കലൊക്കെ ഇട്ട് കുത്തി എന്ന് പറഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷനിൽ വരുന്ന പ്രതിയുടെ പുറത്ത് മറ്റുള്ള പോലീസുകാരൊക്കെ കൈവെക്കും. ഇതൊക്കെ ഭരണ നേതൃത്വത്തിനൊക്കെ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കൊരു പിടിപാടില്ല. ഒന്നാമത് നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ ഭരണത്തിലിരിക്കുന്നവർക്ക് വല്ലതും ആലോചിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും നേരമില്ല. ഇവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അവരുടെ ഭരണം പോവാന്നുള്ള പേടിയാണ് ആദ്യം. ഭരണം പോവാണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഏതായാലും നമ്മുടെ പോലീസൊക്കെ ഇപ്പോഴും മാറ്റം ഇല്ലാണ്ട് തുടരുകയും. അപ്പം അതിന് എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നു. ഇപ്പോൾ ഈ തവണ പറയാൻ പോകുകയെന്ന് വെച്ചാൽ, ഈ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ കൊണ്ടുവന്നു, ഏത് മാലമോഷണമോ അല്ലെങ്കിൽ കൊലപാതകമോ എന്തോ ആയിക്കോട്ടെ, ഈ പ്രതിയെ കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു മാലമോഷണമൊക്കെ പോട്ടെ, ചീള് കേസാണ്. ഒരു കൊലപാതക കേസ് വിചാരിക്കാം. കൊലപാതകം വന്ന് പോലീസുകാരവനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല, ഞാൻ കൊന്നിട്ടില്ലെന്നേ പറയുള്ളൂ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവൻ സമ്മതിക്കും. കാരണം എന്താ? അതുപോലെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് കിട്ടും, നല്ല ഇടി കിട്ടും. കൊലപാതകമൊക്കെയാണെങ്കിൽ പിന്നെ നോക്കണ്ടാവും, നല്ല ഇടി കിട്ടും പോലീസുകാർ ഈ പ്രതിക്ക്. അങ്ങനെയാണ്. അത് കാലാകാലങ്ങളിൽ അങ്ങനെയാണ്. കൊലക്കേസ് പ്രതികളൊക്കെ അവർ ശരിക്കും കൈകാര്യം ചെയ്യും. അപ്പോഴേക്കും സത്യം പറയും. ഈ സത്യം പറയും അവൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എങ്ങനെ പോകുന്നത്, എവിടെ നിന്നാണ് ആയുധം എവിടെ വെച്ചു, കൃത്യമായിട്ട് അവൻ അത് പറയും. അതെല്ലാം അവർ സ്റ്റേഷനിലെ ഒരു വീഡിയോയിൽ പിടിക്കും, ഇവൻ പറയുന്നതെല്ലാം. പക്ഷേ ഇവൻ പോലീസുകാരുടെ മുമ്പിൽ വെച്ച് പറയുന്നതിന് യാതൊരു വിലയില്ല. കോടതി കേസ് വരുമ്പോൾ ഇവൻ പറഞ്ഞതിന് യാതൊരു വിലയില്ല. പോലീസുകാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ വീഡിയോ റെക്കോർഡ് ചെയ്തതാണ്, പക്ഷെ അതിനൊന്നും യാതൊരു വിലയില്ല. കോടതിയുടെ മുമ്പിൽ കോടതിക്ക് ഒരേ ഒരു സംഗതി ആവശ്യമുള്ളൂ, എവിഡൻസ്. ഇപ്പോൾ ഒരുപക്ഷെ ജഡ്ജിക്ക് അറിയാമായിരിക്കും
ഇവൻ തന്നെയാണ് പ്രതി. പക്ഷേ ജഡ്ജിക്കൊന്നും ചെയ്യേണ്ട. ജഡ്ജിക്ക് നോക്കണ എവിഡൻസാണ്. ഒരാൾ കുറ്റം ചെയ്തു എന്നുള്ളതിന് എവിഡൻസാണ് വേണ്ടത്. ചിലപ്പോൾ നിരപരാധിയാണെന്ന് വിചാരിക്കും. നിരപരാധിക്കെതിരായിട്ട് എവിഡൻസ് ഉണ്ടെങ്കിൽ അവന് ശിക്ഷിക്കാം. അതാണ് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ വലിയൊരു ദോഷമാണത്. എവിഡൻസാണ്. എവിഡൻസ് ഇവരുടെ LLB-കാരൊക്കെ എവിഡൻസ് ആക്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ പുസ്തകങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പറഞ്ഞാൽ അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു തകരാറ്. അപ്പം ഈ പോലീസുകാരുടെ മുമ്പിൽ വെച്ച് കുറ്റം പ്രതി സമ്മതിക്കുകയാണ്. ശരിക്കും അവിടെ വെച്ച് സമ്മതിക്കും, ഞാനാണ് ചെയ്തത്, കൃത്യമായിട്ട് എല്ലാ വിവരവും പറഞ്ഞു കൊടുക്കും. പക്ഷെ അത് കോടതി ചെല്ലുമ്പോൾ അവൻ നിഷേധിക്കും. കോടതി ആദ്യം ചോദിക്കും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പിന്നെ ട്രയൽ തുടങ്ങിയായി. പിന്നെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിചാരണയും കേട്ട്. അപ്പോൾ ഒരുപാട് നമ്മുടെ കോടതികളിൽ കേസ് കെട്ടിക്കിടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതികൾ കുറ്റം സമ്മതിക്കാത്തതുകൊണ്ടാണ്. കുറ്റം സമ്മതിച്ചാൽ പിന്നെ വിചാരണ ഒന്നുമില്ല. കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ വിചാരണ ഒന്നുമില്ല. അവൻ തന്നെ എവിഡൻസ് വേണം. എവിഡൻസ് ഇപ്പോൾ ഒരാളിപ്പോൾ പറയും, ഇപ്പോൾ ചില സിനിമയിലൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഇപ്പോൾ ഒരു പെണ്ണായിരിക്കും ചിലപ്പോൾ കുത്തേക്ക് വന്നേക്കണത്. പക്ഷെ ആ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി വേറൊരു പെണ്ണിൻ്റെ കാമുകനെ ആരെങ്കിലും കുറ്റം ഏറ്റെടുക്കും. അത് നമ്മുടെ സിനിമയിലൊക്കെ ഒരുപാട് സിനിമകളിലുണ്ട്. പക്ഷേ അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് ശിക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരാൾ ഏറ്റെടുത്തെങ്കിൽ അയാളെ ശിക്ഷിക്കുന്ന എവിഡൻസ് വേണം. അയാളാണ് ചെയ്തതെന്നുള്ള എവിഡൻസ് വേണം. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ഗൾഫ് രാജ്യങ്ങൾ, ഇസ്ലാമിക നിയമം ഉള്ള രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ഒരാൾ കുറ്റം സമ്മതിച്ചാൽ മതി. കുറ്റം സമ്മതിച്ചാൽ പിന്നെ അയാളാണ് എവിഡൻസ് ഒന്നും വേണ്ട. അയാൾ കുറ്റം സമ്മതിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൊണ്ടുപോയി ഒരാഴ്ച കൊണ്ട് എല്ലാം കഴിഞ്ഞ് തലവെട്ടല, തൂക്കിക്കൊല്ലല, വെടിവെച്ച് കൊല്ലലൊക്കെ അങ്ങനെ തീരും. അവരുടെ നിയമ സംവിധാനത്തിനൊക്കെ ഒരുപാട് തകരാറുണ്ട്. അപ്പം ഞാനീ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ കുറ്റം ചെയ്യുക എന്നുള്ളത്, ഇപ്പം കുറ്റകൃത്യം നടക്കുക അതൊക്കെ സ്വാഭാവികമാണ്. പല കാരണങ്ങളാലും നടന്നു പോകും. പെട്ടെന്നൊക്കെ ചിലപ്പോൾ പെട്ടെന്നൊക്കെ വന്ന് ആരും മനഃപൂർവ്വമായിട്ടല്ല ആരും കുറ്റം ചെയ്യണത്. മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നവരുണ്ട്, കൃത്യമായിട്ട് ഗൂഢാലോചനയൊക്കെ നടത്തി ചെയ്യുന്നവരുണ്ട്. പക്ഷെ പലപ്പോഴൊക്കെ പെട്ടെന്ന് സംഭവിച്ചോണം. എന്തായാലും ആരും കുറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ചെയ്തു പോകുന്നു. അപ്പം അവർക്ക് കുറ്റം ചെയ്യുന്നവനെ കുറ്റം സമ്മതിക്കണം, അതാ വേണ്ടത്. കുറ്റം ചെയ്തവൻ കുറ്റം സമ്മതിക്കണം. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ കുറ്റം സമ്മതിക്കാം, പക്ഷെ ആരും അങ്ങനെ സമ്മതിക്കാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കൊലപാതകമാണെങ്കിൽ ജീവപര്യന്തം കിട്ടും, 14 വർഷം അവിടെ പോയി കിടക്കണം. അപ്പൊ ഇവര് ആരും കുറ്റം സമ്മതിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് വാദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എവിഡൻസ് ഇല്ലാണ്ട് വിടേണ്ടി വരും. തെളിവ് വേണ്ടേ? എവിടെയെങ്കിലും നല്ല വക്കീലിലേക്ക് വെച്ച് വാദിച്ചു കഴിഞ്ഞാൽ നിരപരാധീനെ പ്രതിയാക്കാം. അതാണ് വക്കീൽമാരുടെ കഴിവ്. അപ്പോൾ ഈ കുറ്റകൃത്യം ചെയ്തവന് അവൻ സമ്മതിക്കണം, അതാണ് വേണ്ടത്. സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ താമസമൊന്നുമില്ല. അവനെന്താണെന്ന് ശിക്ഷ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാണ്ടിരിക്കുക, എന്തുവേണം ചെയ്യാം. പക്ഷെ ഇവിടെ ചെയ്യുന്നില്ല. ഇവിടെ കുറ്റം നിഷേധിക്കുന്നു, കുറ്റം ചെയ്തില്ല എന്ന് പറയുന്നു. പിന്നെ വിചാരണയും കേട്ട് നീണ്ടുപോകുന്നു. അപ്പം ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ അയാൾക്ക് ലഘുവായിട്ടുള്ള ശിക്ഷ കൊടുക്കേണ്ടത്. കാരണം അവൻ്റെ കുറ്റം ചെയ്തവൻ സമ്മതിച്ചു, അവൻ്റെ പശ്ചാത്താപമുണ്ട്. അവനെ പിടിച്ച് വെറുതെ 14 കൊല്ലം ജയിലിലിടേണ്ട കാര്യമൊന്നുമില്ല. അവന് വല്ല 3-4 വർഷമൊക്കെ കഴിഞ്ഞ് വിടാവുന്നേ ഉള്ളൂ. അപ്പോൾ പക്ഷെ ഇവിടെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. കുറ്റം സമ്മതിച്ചാലും വലിയ ശിക്ഷയിൽ വലിയ ഇളവൊന്നും കിട്ടുമൊന്നുമില്ല. സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ വിചാരണയൊന്നുമില്ല. പക്ഷേ കൊന്നതിൻ്റെ പേരിൽ ജീവപര്യന്തമൊക്കെ കിട്ടും. മിക്കവാറും കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ വധശിക്ഷ കൊടുക്കാറില്ല. കാരണം ഈ വധശിക്ഷ കൊടുക്കുന്നത് കുറ്റം സമ്മതിക്കാത്ത കേസുകളിലാണ്. കുറ്റം സമ്മതിച്ച കേസുകളിൽ വധശിക്ഷ ഒരിക്കലും കൊടുക്കില്ല. പക്ഷേ ജീവപര്യന്തമൊക്കെ കിട്ടും. ചിലപ്പോൾ അതിനെക്കാട്ടി കുറച്ച് 10 കൊല്ലോ 8 കൊല്ലോ 7 കൊല്ലോ ഒക്കെ ആയിട്ട് ശിക്ഷ കിട്ടും. അപ്പം ഈ
നമ്മളുടെ ശിക്ഷ, നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കുറച്ച് വ്യത്യാസം വരുത്തണം. അതായത് കുറ്റം ഏറ്റു പറയുന്നതിന് ലഘുവായിട്ടുള്ള ശിക്ഷയും കുറ്റം ചെയ്തിട്ട് കുറ്റം നിഷേധിച്ച് വക്കീലിനെ വെച്ച് വാദിച്ച് ഒടുവിൽ കുറ്റക്കാരനായിട്ട് കോടതി പ്രഖ്യാപിക്കുമ്പോൾ, മനസ്സിലായില്ലേ? അതായത് അവൻ ചെയ്ത കുറ്റം മറച്ചു വെച്ച് അവൻ രക്ഷപ്പെടാൻ നോക്കിയത് വക്കീലിനെ വെച്ച്. അങ്ങനെയുള്ളവർക്ക് നല്ല ശിക്ഷ കൊടുക്കണം. അവർ 14 കൊല്ലം പോയി ജീവപര്യന്തമാണ് 14 കൊല്ലം കിടക്കട്ടെ, അല്ലെങ്കിൽ വധശിക്ഷയൊക്കെ ആയിക്കോട്ടെ. അപ്പൊ ഇന്നിപ്പോ ഒരാള് കുറ്റം ഇതിനൊരു കൗൺസിലിംഗ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു. അതായത് ഈ പ്രതിനെ കൊണ്ട് ആദ്യമേ ഇടി തുടങ്ങാണ്ട് അവന് കൗൺസിലിംഗ് കൊടുക്കണം. അവനോട് പറയാം, കുറ്റം ചെയ്ത് ഞങ്ങളുടെ സമ്മതിച്ചു, അതാണ് നല്ലത്, നിങ്ങൾ ലഘുവായിട്ട് ശിക്ഷയ്ക്ക് കിട്ടുള്ളൂ. അതൊക്കെ അവനൊരു കൗൺസിലിംഗ് കൊടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അവിടെ തന്നെ കുറേ പേര് അവർ വിചാരിക്കും അതാണ് നല്ലത്. മറ്റുള്ള ബന്ധുക്കളൊക്കെ ആയിട്ട് ഡിസ്കഷനൊക്കെ ചെയ്യുമ്പോൾ അവർ പറയാം, നീ സമ്മതിച്ചോടാ, നീ 3-4 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ കിടന്നാൽ നിനക്ക് അത്രയും മതി. അപ്പം ഈ 2 തരത്തിലുള്ള ശിക്ഷ വേണം. അതായത് കുറ്റം ചെയ്തിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ കുറ്റം നിഷേധിച്ചിട്ട് വക്കീലിനെ വെച്ച് വാദിച്ച് ഒടുവിൽ കുറ്റക്കാരനായിട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അവന് നല്ല ശിക്ഷ കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംവിധാനം വന്നാൽ മിക്കവാറും ആളുകളൊക്കെ കുറ്റം സമ്മതിക്കും. കുറച്ച് കൊല്ലം 3-4 കൊല്ലം ജയിലിൽ കിടന്നാൽ മതി. മറ്റേത് ഒടുവിൽ കേസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ 14 കൊല്ലം പോയി കിടക്കും. അപ്പം അതൊക്കെ നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ വേണ്ട. അപ്പം അതൊരു കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ ശിക്ഷ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ റിമാൻഡ് ഹൗസ്, അതായത് കുറ്റം ചെയ്തിട്ട് കുറ്റം തെളിയിക്കപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ അയാളെ ജയിലിലിടാൻ പാടുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ എല്ലാവരും കൊണ്ട് ആദ്യം കൊണ്ട് ജയിലിലിടുന്നത്. കോടതി റിമാൻഡ് ചെയ്യുന്ന ആള് ജയിലിലിടുന്നത്. അയാളുടെ കുറ്റമൊന്നും ആരും തെളിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ആദ്യമേ കൊണ്ട് ജയിലിടി. അത് തീർച്ചയായിട്ടും മാറ്റണ്ട. പക്ഷേ ഈ ക്രിമിനൽ കേസിലാണുള്ള ആളുകളെ ജയിലിലിടുന്നത്. ഈ ക്രിമിനൽ കേസുകൾ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അതായത് ഈ ക്രിമിനൽ കേസസ് വിത്ത് ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ്, അതായത് ഒരാൾ തല്ലുകയോ കൊല്ലോ ചെയ്യുന്നതാണ് ഫിസിക്കൽ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞത്. വേറെ ക്രിമിനൽ കേസ് ഉണ്ട്. ഇപ്പം എന്താണ് രാജ്യദ്രോഹ പ്രസംഗം നടത്തിയ അത് ക്രിമിനൽ കേസാണ്. അതല്ലെങ്കിൽ ഇപ്പം സോളാർ കേസ്, അതൊക്കെ ക്രിമിനൽ കേസാണ്. അല്ലെങ്കിൽ സ്വപ്ന സുരേഷ്, ശിവശങ്കറൊക്കെ ഇല്ലേ, ഇവരൊക്കെ പോയി ജയിലിൽ കിടന്ന്. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. അവരാരും തല്ലാനും കൊല്ലാനും പോയിട്ടില്ല. ഈ സ്വപ്ന സുരേഷും ഈ സോളാർ സരിതയും ശിവശങ്കറും ആരും തല്ലാനും കൊല്ലാനും പോയിട്ടില്ല. അവർ എന്താ സാമ്പത്തിക തിരിമറി, അതുപോലെ സ്വർണ്ണക്കടത്ത്, ഇവരെയൊന്നും ജയിലിലിടരുത്. അവരൊക്കെ റിമാൻഡ് ഹൗസ് പ്രത്യേകമായിട്ട് ഉണ്ടാക്കണം. അവിടെയുള്ള, അല്ലാണ്ട് എല്ലാവരും പിടിച്ചുകൊണ്ട് ജയിലിലിടുന്ന തൊട്ട് ശരിയല്ല. പക്ഷേ ക്രിമിനൽ കേസസ് വിത്ത് ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ്, അതായത് മറ്റേത് വിത്തൗട്ട് ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റാണ് ഞാനീ പറഞ്ഞത്. വിത്ത് ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ്, അതായത് ഇപ്പോൾ കൂടത്തായി ജോളി ഒരുപാട് പേർക്ക് കൊന്ന്, മറ്റേ സൈനായിട്ട് കൊടുത്തു വന്ന്, അല്ലെങ്കിൽ ആ പാമ്പിനെ കടിപ്പിച്ച് കൊന്നു സൂരജ്, ഉത്ര എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പാമ്പിന്. പിന്നെ വിസ്മയനെ ആത്മഹത്യയിലേക്ക് നയിച്ച കിരൺ കുമാർ. അല്ല, ഇങ്ങനെയുള്ളവരെ കൊണ്ട് റിമാൻഡ് ഹൗസിൽ ഇടാൻ പറ്റില്ല. കാരണം ഈ കുറ്റം ചെയ്തോ അവനെ കൊണ്ടൊന്ന് റിമാൻഡ് ഹൗസിൽ അവന് സുഖമായിട്ട് ജീവിക്കാനൊന്നും അനുവദിക്കരുത്. അവരൊക്കെ ജയിലിൽ തന്നെ ഇടട്ടെ. കാരണം അവരർഹിക്കുന്നതാണ്. പ്രഥമ ദൃഷ്ടി അവർ കുറ്റക്കാരാ. വെറുതെ ഒന്നുമല്ല, ഒന്നുമില്ലാണ്ടല്ലേ അവരെ പിടിച്ചേക്കണത്. ഒരു പ്രാഥമികമായിട്ടുള്ള തെളിവുകളൊക്കെ കിട്ടിയിട്ടാണ്. പ്രാഥമികമായിട്ടുള്ള തെളിവ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ റിമാൻഡ് ചെയ്യുള്ളൂ. അവരൊക്കെ കൊണ്ട് ജയിലെടുത്തേ. പക്ഷെ അല്ലാത്ത കേസുകളിൽ ഈ നമ്മൾ ഇപ്പോൾ ഒരാളെ പിടിച്ച് ജയിലിലിടാൻ ഏറ്റവും അയാൾ പറയുന്നത്, ഞാൻ പറയുന്നത്
അയാൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ഭരണഘടനയ്ക്ക് എതിരായിട്ട് സംസാരിക്കുന്നു. അവൻ രാജ്യദ്രോഹി. അപ്പോൾ തന്നെ പോലീസ് അപ്പോൾ തന്നെ ഇരിക്കുകയല്ലേ, എന്ത് പറഞ്ഞാലും അപ്പോൾ തന്നെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് ജഡ്ജി മജിസ്ട്രേറ്റിനടുത്ത് കൊണ്ടുപോകും. മജിസ്ട്രേറ്റ് ഇതൊന്നും വായിച്ചു നോക്കാൻ പോകണ്ട, മജിസ്ട്രേറ്റ് ഒന്ന് 100 തിരക്കല്ലേ. മജിസ്ട്രേറ്റ് റിമാൻഡ് ഇടും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ജയിലിലേക്ക് ഇടും. അതെ. അപ്പം അന്നാ ഈ മറ്റേ കൈവെട്ട് കേസില്ലേ, ആ ജോസഫ് സാറ്, അതൊക്കെ അതിന് ആ മനുഷ്യനെ ഒന്നും അങ്ങനെ ജയിലിലിടാൻ പാടില്ലായിരുന്നു. അയാളൊക്കെ റിമാൻഡ് ഹൗസിലാണ് വെക്കേണ്ടത്. കാരണം അയാൾ ആരും കൊല്ലാൻ, ഈ മതത്തെ പറ്റി പറയുന്നതൊന്നും അതിനകത്തൊന്നും ഒരു ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് ഇല്ല. അയാൾ ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടുമില്ല. അയാളൊരു അതുപോട്ടെ. അപ്പം ഞാൻ പറയുന്നത് ഈ ക്രിമിനൽ കേസസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്തെങ്കിലും ആരെങ്കിലും തല്ലും കൊല്ലുകയും ചെയ്തവരെയൊക്കെ പിടിച്ച് ജയിലിലേക്ക് ഇട്ടു. അതല്ലാത്തവരെ ഒരു കാരണവശാലും ജയിലിലിടരുത്. അവരെ റിമാൻഡ് ഹൗസിലിടുക. റിമാൻഡ് ഹൗസ് ഒരു സാധാരണ അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം പുറത്ത് അവർ റിമാൻഡ് ചെയ്യണതിൻ്റെ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ അവർ സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കാൻ, നാട് വിട്ടു പോകാണ്ടിരിക്കാൻ, എവിഡൻസ് നശിപ്പിക്കാതിരിക്കാൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കാണ് ഒരാളെ പിടിച്ച് റെസ്ട്രെയിൻ ചെയ്ത് ഇടുന്നത്. അതാണ് റിമാൻഡ്. ആ ജയിൽ വേണ്ട, അവരെ അവിടെ ഹോട്ടലിലോ റൂമിലോ അവർ അവിടെ ഇരുന്നോട്ടെ, പുറത്തേന്ന് പെടണ്ട. അവർക്ക് വേണമെങ്കിൽ കുറച്ച് കൺട്രോൾസൊക്കെ മൊബൈൽ ഫോണൊക്കെ എടുത്ത് മാറ്റാം അങ്ങനെ. പക്ഷെ അവരെ ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ എന്ത് കാര്യത്തിന് കൊണ്ടു അയാൾ ജയിലിലിട്ട് ബീഹാർ ജയിലിലൊക്കെ എത്രയും മാസങ്ങളെ അയാൾ പോകുന്നു ഒടുവിൽ. അതും ചെയ്യരുത്. അതൊന്നും ഒരിക്കലും ശരിയല്ല. അപ്പം നമ്മുടെ ഇവിടെ ഇപ്പം നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ എന്തെല്ലാം തകരാറുകളുണ്ട്. അതങ്ങനെ കാലാകാലങ്ങളായിട്ട് തുടർന്നുകൊണ്ട് പോയി. ആരും ഇതിനെതിരായിട്ട് ആരും ശബ്ദിക്കാനും ഇല്ല. ആർക്കും ഈ പൊതുജനത്തിന് പിന്നെ അതൊന്നും അറിയാൻ വേണ്ട. പൊതുജനം ഇങ്ങനെ അടക്കിയാണ് അവിടെ. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം.